എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഡയബറ്റീസിനെ പറ്റിയ. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ എന്താണ് ഡയബറ്റീസ് എന്ന്. അപ്പം അത് എങ്ങനെയാണത് ഡയബറ്റീസ് ഉണ്ടാവുന്നത്, അപ്പം നമ്മൾക്ക് എങ്ങനെയത് കൺട്രോൾ ചെയ്യാമെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ അല്ലേ? ഇപ്പം ലോകത്തിലെ പെട്ടെന്നൊരു വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ഡയബറ്റീസ്. അപ്പം ലോകത്തിൽ മൊത്തത്തിൽ 422 മില്യൺ ആൾക്കാർക്കാണ് ഇത് ഡയഗ്നോസ് ചെയ്തേക്കുന്നത്. അതിൽ നമ്മുടെ ഇന്ത്യയിൽ 75 മില്യൺ ആൾക്കാരുണ്ട്. അപ്പോൾ ഒന്ന് നോക്കിക്കോ എന്തോരം ആൾക്കാർക്കാണ് ഡയബറ്റീസ് ഉള്ളത് അല്ലേ? എങ്ങനെയാണ് ഈ ഡയബറ്റീസ് ഉണ്ടാവുന്നത്? ഡയബറ്റീസ് അറിയാവോ എങ്ങനെയാന്നേ? ഡയബറ്റീസ് ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് എന്ന് കേട്ടിട്ടില്ലേ? ഒരു അവയവമാണ്. അപ്പോൾ പാൻക്രിയാസിലെ ബീറ്റ സെൽസിൽ നിന്നാണ് നമ്മുടെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നത്. ഇൻസുലിൻ അത് ഉത്പാദിപ്പിക്കാതെ വരികയോ അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്പാദനം കുറയുകയോ നമ്മുടെ ശരീരം ഇൻസുലിനോട് റെസിസ്റ്റ് ചെയ്യുകയോ അതായത് പ്രതികരിക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഡയബറ്റീസ് ഉണ്ടാവുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഉണ്ടല്ലോ, അത് കാർബോഹൈഡ്രേറ്റ്, അത് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ഗ്ലൂക്കോസ് ആണ് നമ്മുടെ എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അതാണ് മെയിൻ സോഴ്സ് ഓഫ് എനർജി. ഗ്ലൂക്കോസ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ. അങ്ങനെ അത് ഗ്ലൂക്കോസ് നമുക്ക് കറക്റ്റായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിലാണ് ഇത് നമ്മുടെ ഇൻസുലിനൊക്കെ പ്രോബ്ലം വരുന്നത്. ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് ഡിസോർഡർ ആണ്. മെറ്റബോളിസം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രാസവിനിയോഗ പ്രക്രിയയാണ്. അതിന് ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്കിന് ഇത് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദ ബോഡി എന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഈ നോർമൽ മെറ്റബോളിസം എങ്ങനെയാണ് ഇത് മെറ്റബോളിക് ഡിസോർഡർ ആയിട്ട് മാറുന്നത്, അത് വേറൊരു രീതിയിൽ പോകുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് ഊർജം നമ്മുടെ ശരീരത്തിന് അത് ശരിയായ രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റാതെയോ ശരിയായ രീതിയിൽ സംഭരിക്കാൻ പറ്റാതെയോ വരുമ്പോഴത്തേക്കിനുമാണ് ഈ രാസവിനിയോഗ പ്രക്രിയയിൽ മാറ്റം ഉണ്ടാകുന്നത്, മെറ്റബോളിക് ഡിസോർഡർ ഉണ്ടാവുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡ് അത് എനർജി ആയിട്ട് മാറിയിട്ട്, അതായത് ഗ്ലൂക്കോസ് ആയിട്ട് മാറിയിട്ട് കൂടുതലും കാർബോഹൈഡ്രേറ്റ് ഒക്കെയുള്ള ഫുഡാണ് നമ്മുടെ ശരീരത്തിലെ ആ ഷുഗറിൻ്റെ അളവ് കൂട്ടുന്നത്. നമ്മുടെ കിഴങ്ങും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ നിത്യേന കഴിക്കുന്ന ഫുഡ് അതെന്തായാലും അത് ഷുഗറായിട്ടത് മാറിയിട്ട് അത് നമ്മുടെ ബ്ലഡിൽ വരും. അപ്പോൾ നമ്മുടെ പാൻക്രിയാസിലെ ബീറ്റ സെൽസ് ഈ ബ്ലഡിലെ ഷുഗറിനെ ഡിറ്റക്റ്റ് ചെയ്തിട്ട് അവിടുന്ന് അത് ഇൻസുലിൻ ഉത്പാദിപ്പിച്ചിട്ടാണ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക്, അത് നമ്മുടെ ബ്ലഡിലേക്ക് ഇൻസുലിൻ വരുന്നത്. അപ്പോൾ ഇൻസുലിൻ അത് ശരിയായ രീതിയിൽ വരുമ്പോഴത്തേക്കിനും അത് നമ്മുടെ ബോഡിക്ക് അത് എല്ലായിടത്തോട്ടും നമ്മുടെ ബ്ലഡിൽ നിന്ന് നമ്മുടെ സെൽസിലേക്കും നമ്മുടെ ലിവറിലേക്കും എല്ലായിടത്തോട്ടും അത് എനർജി ആയിട്ടത് മാറും. അപ്പോൾ അത് ഇൻസുലിനായിട്ടത് മാറും. അപ്പോൾ ആ പ്രോസസ്സ് ശരിയായ രീതിയിൽ നടക്കാതെയൊക്കെ വരുമ്പോഴത്തേക്കിനുമാണ് നമ്മുടെ ഈ ബ്ലഡിൽ കിടക്കുന്ന ഗ്ലൂക്കോസ് ഉണ്ടല്ലോ, അതായത് ബീറ്റ സെൽസിനെ അത് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാതെയും അവിടുന്ന് അത് ശരിയായ രീതിയിൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കാതെ വരുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ ബ്ലഡിൽ കിടക്കുന്ന ഗ്ലൂക്കോസ് അത് ഹൈ ആകും. കാരണം അത് ശരിയായി ഒരിടത്തോട്ട് അത് പോകുന്നില്ല. അപ്പം അങ്ങനെ ഹൈ ആയി വന്നു കഴിയുമ്പോഴത്തേക്കിനാണ് നമുക്ക് ഹൈ ബ്ലഡ് ഷുഗർ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഹൈപ്പർഗ്ലൈസീമിയ, ഹൈ ബ്ലഡ് ഷുഗർ ഉണ്ടാകുന്നത്. ഡയബറ്റീസ് 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ടൈപ്പ് 1, പിന്നെ ടൈപ്പ് 2. ടൈപ്പ് 1 എന്ന് പറയുന്നത് ഒരു ഇമ്മ്യൂണോ ഡെഫിഷ്യൻസിയാണ്. അപ്പം അതായത് നമ്മുടെ പാൻക്രിയാസിലെ ബീറ്റ സെൽസ് ഇൻസുലിൻ ഉത്പാദിപ്പിക്കത്തേ ഇല്ല, ഒട്ടുമില്ല, അതിൻ്റെ പ്രവർത്തനം ഇല്ല. അപ്പം അതാണ് ടൈപ്പ് 1. ടൈപ്പ് 1 ഉള്ളവർക്ക് ലൈഫ് ലോങ് ഇൻസുലിൻ വേണം. കാരണം ഈ മെഡിസിനും കൊണ്ട് അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിയല്ല. അപ്പോൾ അവർക്ക് ലൈഫ് ലോങ് ഇൻസുലിൻ വേണം. അപ്പം ഇത് കൂടുതലായിട്ടും കാണുന്നത് കുട്ടികളിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ചില പിള്ളേരൊക്കെ ഡയബറ്റിക് ഉണ്ടെന്ന് പറയുന്നത്, അതൊക്കെ ടൈപ്പ് 1 ആണ്. അപ്പം അവർക്ക് ഇൻസുലിൻ വേണം. പിന്നെ യങ് ഏജിലുള്ള ആൾക്കാർക്കുമാണ്. അപ്പം ടൈപ്പ് 1 ഒരുമാതിരി നേരത്തെ തന്നെ നമുക്ക് അതറിയാൻ പറ്റും. അപ്പം അത് ലൈഫ് ലോങ് ഇൻസുലിൻ വേണം. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 2. ഇപ്പോൾ ടൈപ്പ് 2 ആകുമ്പോഴത്തേക്കിനും മെഡിസിൻ കൊണ്ട് നമുക്കത് കൺട്രോൾ ചെയ്യാം. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഇത്തിരി മാറ്റി കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് മെഡിസിൻ ഇല്ലാതെ തന്നെ നമുക്ക് തുടക്കത്തിലേക്ക് അത് കൺട്രോൾ ചെയ്ത് പോകാം. അപ്പം
ഈ ടൈപ്പ് 2 കാണുന്നത് 40 വയസ്സും അതിനു മുകളിലോട്ടുള്ളവരിലാണ് മെയിനായിട്ടും കാണുന്നത്. അപ്പം അതിന് താഴെ ഒരു 35 ഒക്കെ ആകുമ്പോഴത്തേനും ചിലർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അങ്ങനെ നമുക്ക് ഇപ്പം നമ്മുടെ പേരൻസിന് നമ്മുടെ അപ്പനോ അമ്മയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആർക്കേലും ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത ഡയബറ്റീസ് ടൈപ്പ് 2 വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഈ അമിതവണ്ണം ഉള്ളവർക്ക്, പിന്നെ സ്മോക്കിങ്ങും ആൽക്കഹോളിസവും അതായത് വലിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന അവർക്കും ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മുടെ ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈലൊന്നും ഇത് എന്താ പറയുന്നത്, ഇച്ചിരി കെയർലെസ് ആയിട്ട് നടക്കുന്ന അവർക്കൊക്കെ ഇത്തിരി ടൈപ്പ് 2 വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇതിൻ്റെ ലക്ഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അമിതമായിട്ടുള്ള വിശപ്പ് തോന്നുക, ദാഹം തോന്നുക, പിന്നെ എപ്പോഴും നമുക്ക് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി തോന്നുക, പിന്നെ നമ്മുടെ ശരീരഭാരം കുറയുക. എന്താ പറയുക, നമ്മൾ ട്രൈ ചെയ്യാതെ തന്നെ നമ്മുടെ ശരീരഭാരം കുറയുന്നത്, അതൊക്കെയാണ് ഡയബറ്റീസിൻ്റെ ലക്ഷണങ്ങൾ. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ക്ഷീണം തോന്നും, ക്ഷീണം പിന്നെ തലകറക്കവും അങ്ങനെയൊക്കെ തോന്നും. അതാണ് ഡയബറ്റീസിൻ്റെ ലക്ഷണങ്ങൾ. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ ഡയബറ്റീസിൻ്റെ ടൈപ്പ് 2 ഉള്ളവർ ഒരുപാട് ആൾക്കാരുണ്ട്. സിംറ്റംസ് ഒന്നും ഇല്ലാത്തവരും അറിയാതെ പോകുന്നവരും ഒരുപാടുണ്ട് കേട്ടോ, അങ്ങനെയുണ്ട്. പിന്നെ വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റേഷണൽ ടൈപ്പ് ഉണ്ട്. അത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് ഡയബറ്റീസ് ഉണ്ടാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഡെലിവറിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അവരുടെ ഡയബറ്റീസ് മാറും. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അത് ഭാവിയിൽ ഒരു ടൈപ്പ് 2 വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള അമ്മമാരുടെ കുട്ടികളുണ്ടായി കഴിയുമ്പം അവർക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഡയബറ്റീസ് ഉണ്ടാവുന്നത്. അത് നമ്മൾ ഈ പ്രഗ്നൻ്റ് ഒക്കെ ആയിരിക്കുമ്പോൾ ഒരുപാട് എന്താ പറയുക നല്ല ഭയങ്കര ഹൈ ബ്ലഡ് ഷുഗറും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളവരുടെ മക്കൾക്കാണ് അങ്ങനെ വരുന്നത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡറി ഡയബറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾ സ്റ്റിറോയിഡൊക്കെ ഒരുപാട് നാളായിട്ട് സ്റ്റിറോയിഡ് കഴിക്കുന്നവർക്കും, അല്ലെങ്കിൽ നമുക്ക് പാൻക്രിയാസിന് എന്തേലും അസുഖമുള്ളവ അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഡയബറ്റീസ് വരാം കേട്ടോ. അപ്പം മെയിനായിട്ടും ടൈപ്പ് 1, ടൈപ്പ് 2, പിന്നെ ജസ്റ്റേഷണലും, പിന്നെ ഈ സെക്കൻഡറി ഡയബറ്റീസും. അപ്പം നമുക്കത് എങ്ങനെയാണ് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? നമ്മൾക്ക് അതായത് ഫുഡൊക്കെ നല്ലപോലെ കഴിക്കുക. നല്ലപോലെ കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മിസ് ചെയ്യരുത്. ഫുഡ് മിസ് ചെയ്യരുത്. ചിലർ ചിലപ്പോൾ രാവിലെ ഇതൊക്കെ താമസിച്ച് എഴുന്നേൽക്കുന്നു, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മിസ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ളവർ ഫുഡ് നമുക്ക് ഡയബറ്റീസ് ഉള്ളവർ ഫുഡ് മിസ് ചെയ്യല്ലേ. അപ്പം ഈ നമ്മൾ 3 നേരം കഴിക്കുന്നവർ 3 നേരം കഴിക്കുക. പക്ഷേ നമുക്ക് ഫുഡിനകത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രൈഡ് ഈ ചിക്കനും അല്ലെങ്കിൽ ഈ ചിപ്സും കാര്യങ്ങളും അങ്ങനെ ഫ്രൈഡ് എണ്ണയിലിട്ട് വറക്കുന്ന ഫുഡുകൾ അത് ഒഴിവാക്കുക. പിന്നെ ഫിസി ഡ്രിങ്ക്സ് അത് ഒഴിവാക്കുക. പിന്നെ ഷുഗർ കഴിവതും കഴിക്കാതിരിക്കുക. കഴിവതും നല്ല ഷുഗർ അത് കഴിക്കാതിരിക്കുക. പിന്നെ നമ്മൾക്ക് ഈ ചിലർക്കൊക്കെ കാപ്പിയിലൊക്കെ ഷുഗർ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. കാരണം ഡയബറ്റീസ് ഉള്ളവരൊക്കെ അങ്ങനെയുള്ളവരെ എനിക്കറിയാം. ഇവർക്ക് ഈ ഷുഗറിന് പകരം നമുക്കൊരു സ്വീറ്റ്നർ കിട്ടും. നമ്മുടെ ഈ മാർക്കറ്റൊക്കെ ഇല്ലേ, അപ്പോൾ സൂപ്പർ മാർക്കറ്റൊക്കെ അവിടെയൊക്കെ നമുക്ക് ഈ ഇത് കിട്ടും, മറ്റേ എന്താ പറയുന്നത്, സ്വീറ്റ്നർ കിട്ടും. അത് ഉപയോഗിക്കാം. പക്ഷേ അത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും അത് ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം നിങ്ങൾക്ക് ഇത്ര എടുക്കാം, അങ്ങനെ നിങ്ങളുടെ ബ്ലഡ് ഷുഗറിൻ്റെ അതനുസരിച്ചിട്ടാണ് അതിരിക്കുന്നത്. പിന്നെ പച്ചക്കറികൾ നല്ലപോലെ കഴിക്കുക. ഫുഡിനകത്ത് എപ്പോഴും പച്ചക്കറികൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പച്ചക്കറി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ബ്രൗൺ റൈസ് കഴിക്കുക. പക്ഷേ അത് അധികമാകരുത്. ചിലരുണ്ട്, നമുക്ക് ഈ ഷുഗർ ഉള്ളവർക്കൊരു ചെറിയ ചോറുണ്ണാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കിന് നമ്മുടെ ഷുഗർ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമുക്ക് പോകും. അപ്പോൾ ബ്രൗൺ റൈസ് ആണെങ്കിൽ തന്നെ ഒരു നേരം കഴിക്കുക, എല്ലാ നേരവും കഴിക്കാൻ നിൽക്കരുത്. ബ്രൗൺ റൈസിൻ്റെ അളവ് കുറയ്ക്കുക. ഉച്ചയ്ക്കൊക്കെ നമ്മൾ റൈസ് കഴിക്കുകയാണെങ്കിൽ കുറച്ച് മാത്രം കഴിക്കുക, പിന്നെ ബാക്കി പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. അങ്ങനെ ചെയ്യുക. പിന്നെ ഒരുപാട് വെള്ളം കുടിക്കുക. പിന്നെ സ്ക്വാഷോ അങ്ങനെ ജ്യൂസോ ഒക്കെ അതിനകത്തൊക്കെ ഷുഗറൊക്കെ ആഡഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ വെള്ളമാകുമ്പോഴത്തേനും കുഴപ്പമൊന്നുമില്ലല്ലോ.
പഴങ്ങളൊക്കെ കഴിക്കുക. പക്ഷേ പഴങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ നമുക്ക് ഡയബറ്റിക് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റാത്ത പഴങ്ങളുണ്ട്. ഏത്തയ്ക്ക കഴിക്കരുത്. പഴങ്ങളിൽ തന്നെ കുറച്ച് പഴങ്ങളുണ്ട്. നമ്മുടെ ഞാലിപ്പൂവനും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നോക്കിയിട്ട് മാത്രം കഴിക്കുക. ആം, പിന്നെ മാതള നാരങ്ങ അത് കഴിക്കരുത്. അതൊക്കെ ഷുഗറൊക്കെ പെട്ടെന്ന് കൂട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതൊന്നും കഴിക്കരുത്. പിന്നെ വ്യായാമം ചെയ്യുക. ഒരു 30 മിനിറ്റെങ്കിലും ഒരു ദിവസം ഒന്ന് നടക്കുക. അപ്പം അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ നടക്കാനൊക്കെ. പക്ഷേ പറ്റുന്നവരത് ചെയ്യുക. ഒരു 30 മിനിറ്റ് ദിവസം നടക്കുക. ഒന്നെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ ഒക്കെ നടക്കുവാണെങ്കിൽ നമുക്ക് ഈ ഡയബറ്റീസ് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ ഈ പ്രീ ഡയബറ്റിക് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഈ ഭക്ഷണ രീതിയൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വ്യായാമവും കഴിക്കുന്ന ഫുഡിലും ഒക്കെ കുറച്ച് കൺട്രോൾ വരുത്തി കഴിഞ്ഞാൽ നമുക്കത് പ്രീ ഡയബറ്റിക്കിൽ നിന്ന് മാറാൻ പറ്റും കേട്ടോ. അപ്പം നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ ടൈപ്പ് 2-ന് തുടക്കമൊക്കെ നമുക്ക് എന്താ പറയുന്നത്, തുടക്കമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് വഴിയും ഈ എക്സസൈസ് വഴിയൊക്കെ നമുക്കത് മാറ്റാൻ പറ്റും. അപ്പം പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത്. കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോഴത്തേന് ഷോർട്ട് ടേം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പർഗ്ലൈസീമിയ. ഓക്കെ, ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് നമ്മുടെ ഷുഗറിൻ്റെ അളവ് ബ്ലഡ് ഷുഗറിൻ്റെ അളവ് കുറയുന്നതാണ്. മെഡിസിൻ കൂടുതൽ എങ്ങാനും കഴിച്ചു പോകുന്നവർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഹൈപ്പോഗ്ലൈസീമിയ വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് കൂടുതലായിട്ട് ഹൈപ്പോഗ്ലൈസീമിയ കാണുന്നത് ടൈപ്പ് 1 ഡയബറ്റീസിലാണ്, അതായത് ഇൻസുലിൻ എടുക്കുന്നവർ. അപ്പോൾ ഇൻസുലിൻ്റെ ഡോസ് ഒരു പക്ഷേ കൂടുക. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻസുലിനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർമാരുടെ അടുക്കൽ പോയിട്ട് അത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം ബ്ലഡ് ഷുഗറൊക്കെ. കാരണം നമ്മൾ ഒരു ഇൻസുലിൻ്റെ ഒരു ഡോസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് ഒരു 10 യൂണിറ്റാണെന്ന് ഓർത്ത് നമ്മൾ എടുക്കുന്നത്. അതിപ്പം ഒരു വർഷത്തേക്ക് നമ്മൾ ആ 10 യൂണിറ്റ് തന്നെ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ഈ ഇൻസുലിൻ കുറച്ച് എടുത്തു കഴിയുമ്പം നമ്മുടെ കുറച്ചൊരു കൺട്രോളിലാവും. ഇപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനും ഈ ഡോക്ടർമാർ ഇത് പിന്നെയും ഇത് ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അപ്പം പക്ഷെ നമ്മൾ ഇൻസുലിനൊക്കെ തുടങ്ങിയിട്ട് പിന്നെ ഡോക്ടർമാരെ കാണാതെ നമ്മളിങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഇൻസുലിനെക്കാട്ടിലും കൂടുതലായിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിനാണ് ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകുന്നത്. പിന്നെ അടുത്തത് ഹൈപ്പർഗ്ലൈസീമിയ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ടൈപ്പ് 2 ഡയബറ്റീസിലാണ്. അപ്പം ഒന്നുകിൽ അവർ എന്താ പറയുന്നത്, മെഡിസിൻ മിസ് ചെയ്യുക. ചിലപ്പോൾ രാവിലെ എല്ലാം മറന്നുപോയി കഴിഞ്ഞാൽ ഓർക്കും ഇനിയിപ്പം പോട്ടെ, ഇനി പിന്നെ എടുക്കാം, അങ്ങനെയൊക്കെ ഓർക്കുമല്ലോ. അങ്ങനെ വരിക. പിന്നെ ഈ ഫുഡ് കൺട്രോൾ ഇല്ലാതെ കഴിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഹൈപ്പർഗ്ലൈസീമിയ വരുന്നത്. അപ്പം ഹൈപ്പോഗ്ലൈസീമിയയുടെ ലക്ഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ കോൾഡ് ആൻഡ് ക്ലാമിയൊക്കെ ആയി പോകും. അതായത് നമുക്ക് ഈ കോൾഡ് സ്വെറ്റ് ചെയ്യും. പിന്നെ നമുക്ക് തലകറക്കം വരും, നമുക്ക് ക്ഷീണം വരും. പിന്നെ ഒത്തിരി ഷുഗറൊക്കെ കുറയുവാണെങ്കിൽ നമ്മൾ ചിലപ്പം റെസ്പോൺസ് ചെയ്യാൻ പറ്റാതെ ഒരു അൺകോൺഷ്യസ് ലെവലിലേക്കൊക്കെ ആയിപ്പോകും. അപ്പം അതൊക്കെയാണ് ഈ ഹൈപ്പോഗ്ലൈസീമിയയുടെ. അല്ലെങ്കിൽ ചിലർക്ക് പെട്ടെന്നൊരു വെപ്രാളവും പരവേശവും ഒക്കെ തോന്നും, എന്തെങ്കിലും കഴിക്കണമെന്നോ എന്തെങ്കിലും കുടിക്കണമെന്നോ അങ്ങനെയൊക്കെ ഉള്ളവർ ആ സമയം അങ്ങനത്തെയൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് എന്താ പറയുന്നത്, ഇപ്പോൾ ഡോക്ടർമാരുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് അവർ പറയുമല്ലോ, അപ്പം ഷുഗർ കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് കഴിക്കണമെന്നൊക്കെ. ഇപ്പം ഞങ്ങളിവിടെ പേഷ്യൻസിനോട് പറയും, ഇപ്പം അത് കുറവാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ ജ്യൂസ് അല്ലെന്നുണ്ടെങ്കിൽ പാല് അതൊക്കെ കുടിക്കാൻ പറയും. പിന്നെ ഇവിടെ ഡോക്ടർമാർക്കൊരു ജെല്ലൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാം, അത് കൊടുക്കുന്നവരുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഷുഗർ മേളിൽ കൊണ്ടുവരാനായിട്ട് അതൊക്കെയാണ് പറ്റുന്നത്. പിന്നെ ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുമ്പോഴത്തേന് അതിന് നമുക്ക് മെഡിസിൻ എടുത്തേ നമുക്കത് കുറയ്ക്കാൻ പറ്റുള്ളൂ. പിന്നെ അല്ലെങ്കിൽ കുറേ വെള്ളം കുടിക്കണം. അങ്ങനെയൊക്കെ. ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുമ്പോഴും ഇതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്താ പറയുന്നത്, വിയർക്കും. പിന്നെ നമ്മുടെ ശ്വാസമൊക്കെ ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും, ഫ്രൂട്ടിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ ആയിരിക്കും. അപ്പം പിന്നെ അവർക്കും ഉണ്ട് ഒരു ക്ഷീണവും തളർച്ചയും അതൊക്കെയുണ്ട്. പക്ഷേ നമ്മൾ ചില സമയത്ത് നമ്മുടെ ഹൈപ്പോഗ്ലൈസീമിയയുടെ സിംറ്റംസും ഹൈപ്പർഗ്ലൈസീമിയയുടെ സിംറ്റംസും കൂടെ നമുക്ക് ചിലപ്പം ഒരുപോലെ തോന്നാം, അങ്ങനെയൊക്കെയുണ്ട്. അന്നേരം അത് ഇത്തിരി കെയർഫുൾ ആയിരിക്കണം. ഇപ്പം വീട്ടിലൊക്കെ നമ്മുടെ ബ്ലഡ് ഷുഗറിൻ്റെ മെഷീനൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോമീറ്റർ
അതുള്ളവരാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ചെക്ക് ചെയ്തിട്ട് നമുക്കറിയാൻ പറ്റും എന്തുവാന്നുള്ളത്. പിന്നെ ഈ ലോങ് ടൈം ആയിട്ട് മരുന്ന് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു പക്ഷേ അറിയാൻ പറ്റും അവരുടെ ഷുഗർ കുറഞ്ഞതാണോ കൂടിയതാണോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പം പിന്നെ ഒരെണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറ്റോ അസിഡോസിസ്. കീറ്റോ അസിഡോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫുഡിലെ ഈ ഗ്ലൂക്കോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കീറ്റോൺ ആയിട്ട് മാറുന്നതാണ്. കീറ്റോൺ ആയിട്ട് മാറിയിട്ട് ആസിഡായിട്ട് മാറും നമ്മുടെ ബ്ലഡിൽ അത്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് കീറ്റോ അസിഡോസിസ് ഉണ്ടാവുന്നത്. അത് മെയിനായിട്ട് കാണുന്നത് ഈ ടൈപ്പ് 1 ഡയബറ്റീസുകാർക്കാണ്. അപ്പം അത് പിന്നെ നമുക്ക് ഈ ഇൻഫെക്ഷനൊക്കെ ഉള്ള എന്തെങ്കിലും നമ്മുടെ ദേഹത്ത് മുറിവുകളോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത് കീറ്റോ അസിഡോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ, അല്ലെന്നുണ്ടെങ്കിൽ കിഡ്നിക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളവർ, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും കീറ്റോ അസിഡോസിസ് വരും. പിന്നെ അവർക്ക് എന്താ പറയുക, യൂറിൻ പാസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട്, കാലിൽ നീര് അങ്ങനെയൊക്കെ വരും. പിന്നെ കീറ്റോ അസിഡോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെരി എമർജൻസി കണ്ടീഷനാണ്. അത് വെരി സീരിയസ് ആണ്. നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ പേഷ്യൻസിനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. അപ്പോൾ ഇവർ ചിലപ്പോൾ അൺകോൺഷ്യസ് ഒക്കെ ആയി പോകും. അപ്പോൾ അങ്ങനെയുള്ളവരെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെ അവർ IV ഫ്ലൂയിഡും അതിന് അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ കീറ്റോസിഡോസിസ് നമ്മൾക്കത് എന്താ പറയുന്നത്, അവോയ്ഡ് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കറക്റ്റ് മെഡിസിനൊക്കെ സമയത്ത് എടുക്കുക അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ചില സമയത്ത് നമുക്കൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. വയ്യാതെ കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും അവർക്കൊക്കെ സാധ്യത കൂടുതലാണ്. പിന്നെ ലോങ് ടേം കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതായത് ഡയബറ്റീസ് കൊണ്ട് നമുക്ക് എന്തൊക്കെ വരാവുന്നതാണ് ഭാവിയിൽ. അപ്പം അതിനകത്ത് പ്രധാനപ്പെട്ടത് ഡയബറ്റിക് റെറ്റിനോപ്പതി. റെറ്റിനോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ബ്ലാക്കില്ലേ അതിൻ്റെ പുറകുവശത്തെ നെർവ്സിന് ഇത് ഡാമേജ് സംഭവിക്കുന്നതാണ്. ഡാമേജ് സംഭവിച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് കണ്ണിന് കാഴ്ച കുറയും. ചിലപ്പോൾ ഒരു കണ്ണിനായിരിക്കും, അല്ലെങ്കിൽ 2 കണ്ണിന് വരാം. പിന്നെ നമ്മൾക്ക് ഈ കണ്ണിൻ്റെ സൈഡിൽ ഇങ്ങനെ ബ്ലാക്ക് സ്പോട്ട്സ് കാണും, അങ്ങനെ ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് അത് ഒത്തിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യാം. അപ്പം ഈ ഡയബറ്റീസ് ഉള്ളവർ ടൈപ്പ് 1 ആകട്ടെ ടൈപ്പ് 2 ആവട്ടെ, നിങ്ങൾ വർഷത്തിലൊന്ന് നമ്മുടെ കണ്ണ് ഡോക്ടറെ, ഒപ്റ്റീഷ്യനെ കണ്ടിട്ട് കണ്ണൊന്ന് ചെക്ക് ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ കേസ് ഡയബറ്റീസ് ഇല്ലെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഇപ്പോൾ ഫാമിലിയിൽ ആർക്കെങ്കിലും ഡയബറ്റീസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ കണ്ണൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവർക്ക് അതിൻ്റെ കണ്ണിൻ്റെ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഒപ്റ്റീഷ്യന്മാർക്ക് തന്നെ അത് ചെയ്യാൻ പറ്റും, കണ്ണിൻ്റെ ഡോക്ടർമാർക്ക്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പം അവർക്കറിയാൻ പറ്റും എന്തെങ്കിലും നെർവ് ഡാമേജോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റുമേ. അതൊന്ന് റെറ്റിനോപ്പതി. ഇവിടെയാണെന്നുണ്ടെങ്കിൽ പേഷ്യൻസിന് ഇവിടുന്ന് തന്നെ നമ്മുടെ NHSന്ന് തന്നെ അത് ഇയർലി അത് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ എല്ലാം ഫ്രീ ആയിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അതിനുള്ള ടെസ്റ്റിനുള്ളതൊക്കെ അവർക്ക് ഈ ഡോക്ടർമാർ തന്നെ അയക്കും ഇവിടെ. ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ വേണം നമ്മളതൊക്കെ ഒന്ന് നോക്കിയിട്ട് ചെയ്യാനായിട്ട്. പിന്നെ അടുത്തത് ഡയബറ്റിക് ന്യൂറോപ്പതി. ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾക്ക് നെർവ്സിനൊക്കെ, നമ്മുടെ ഞരമ്പിനൊക്കെ ഡാമേജ് സംഭവിച്ചിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ കാലിലേക്കുള്ള കൂടുതലും ഈ ഡയബറ്റീസ് അഫക്റ്റ് ചെയ്യുന്നത് കാലിലാണ്. അപ്പോൾ കാലിലേക്കുള്ള ഈ ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് സെൻസേഷൻ, അതായത് നമുക്ക് എന്താ പറയുന്നത്, ചൂട് ചവിട്ടി അറിയാൻ മേലാതെ, തണുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യം വരും നമ്മുടെ കാലിനെ. അല്ലെങ്കിൽ നമ്മുടെ സാധാരണയുള്ള ഒരു സെൻസേഷൻ പോലെ നമുക്കത് എന്തെങ്കിലും ടച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റാതെ വരും. അത് ഈ ബ്ലഡ് സർക്കുലേഷൻ്റെ കുഴപ്പം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇപ്പം ചിലപ്പം നമ്മുടെ കാലൊക്കെ എന്താ പറയുന്നത്, ചിലപ്പോൾ റെഡ് കളറായിട്ടിരിക്കും, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കറുപ്പ് കളറോ അങ്ങനെയൊക്കെ കാണാം. അപ്പം അതൊക്കെ അതിന് ഗാംഗ്രീൻ എന്ന് പറയും. അതായത് നമ്മുടെ സർക്കുലേഷൻ മൊത്തം നശിച്ചിട്ട് അങ്ങനെ നമ്മുടെ സ്കിന്ന് ഡെഡായി വരുന്നതാണ്. അപ്പം അതാണ് ഡയബറ്റിക് ന്യൂറോപ്പതി. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റിക് നെഫ്രോപ്പതി. നെഫ്രോപ്പതി എന്ന് പറയുമ്പോൾ നമ്മുടെ കിഡ്നീനെ അഫക്റ്റ് ചെയ്യും. ഇപ്പം നമ്മൾ ഈ ലോങ് ടേം മെഡിസിനൊക്കെ എടുക്കുന്നതാണെങ്കിലും ഈ ഡയബറ്റീസിൻ്റെ ഇതായിട്ട് എന്താ പ്രത്യാഘാതമായിട്ട് നമുക്ക് ഈ കിഡ്നിക്ക് പ്രോബ്ലം സംഭവിക്കാം. അപ്പം നമ്മൾക്ക് എന്താ പറയുന്നത്, യൂറിൻ പാസ് ചെയ്യാൻ പറ്റാതെ വരിക, നമ്മുടെ കാലിലൊക്കെ നീര് വരിക, അപ്പം പിന്നെ നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ ഭയങ്കരമായിട്ട് കൂടുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് കിഡ്നിക്ക് പ്രോബ്ലം ആണെന്നറിയുന്നത്.
പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിക്കുന്നവരെ പ്രത്യേകിച്ചും ടാബ്ലറ്റ്സ് അവരെടുക്കുന്നവർ ഇടയ്ക്ക് നിങ്ങളുടെ യൂറിയ, ക്രിയാറ്റിനിൻ അല്ലെങ്കിൽ കിഡ്നി ഫങ്ഷൻസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്കത് ഒന്ന് മോണിറ്റർ ചെയ്ത് പോകാമല്ലോ, വേറെ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പോകാമല്ലോ. അപ്പോൾ അത് സാധിക്കുന്നവരൊക്കെ അങ്ങനെ ടെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് നോക്കുക. അപ്പം ഇതാണ് ഈ 3 കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ഈ കാലിന് ഭയങ്കരമായിട്ട് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കാലിൻ്റെ ഹെൽത്ത്, കൈയുടെ ഹെൽത്തും കാലിൻ്റെ ഹെൽത്തും ഉണ്ട്. പക്ഷേ നമുക്ക് കാലാണ് നമുക്ക് പെട്ടെന്ന് ഇപ്പം നിലത്തൊക്കെ ചവിട്ടുമ്പോൾ കാലല്ലേ നമുക്ക് എന്താ പറയുന്നത്, എന്തെങ്കിലും ഇപ്പം മുറിവും കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ കൂടുതൽ സാധ്യത വരുന്നത്. അപ്പം രാവിലെയും വൈകിട്ടും ചൂടുവെള്ളത്തിൽ കാല് കഴുകണം. കാല് കഴുകിയിട്ട് നമ്മുടെ വിരലിൻ്റെ ഇടയ്ക്കൊക്കെ, അങ്ങനെ വിരലിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്കങ്ങനെ പൊട്ടുവോ വിണ്ട് കീറുവോ അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ വിരലിൻ്റെ ഇടയ്ക്ക് നമ്മൾ നല്ലപോലെ കഴുകിയിട്ട് നല്ലപോലെ ഉണക്കണം. പിന്നെ ചെരുപ്പില്ലാതെ, ഡയബറ്റീസ് ഉള്ളവർ ചെരുപ്പില്ലാതെ നടക്കരുത്. കാരണം ഒരു ചെറിയൊരു സൂചിമുട്ട് പോലെ നമുക്കൊരിത് കിട്ടിയാൽ മതി, എന്തെങ്കിലും ഒരു മുറിവ് കിട്ടിയാൽ മതി, പിന്നെ അത് ചിലപ്പോൾ കരിയാതെ ഇരിക്കും. അപ്പം അതുകൊണ്ട് ചെരുപ്പിട്ട് നടക്കുക എപ്പോഴാണെങ്കിൽ, ഇവൻ വീട്ടിനുള്ളിലാണെങ്കിൽ തന്നെ. പിന്നെ ചെരുപ്പ് സെലക്ട് ചെയ്യുമ്പോഴത്തേന് സോഫ്റ്റ് ആയിട്ടുള്ള ചെരുപ്പ് സെലക്ട് ചെയ്യുക. ഹാർഡായിട്ടുള്ള ഷൂവും അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള ചെരുപ്പൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം അതൊക്കെ ഉരഞ്ഞ് നമ്മുടെ കാലിന് മുറിവ് വരാം. അപ്പം ഉരഞ്ഞ് മുറിവ് വന്നു കഴിയുമ്പോഴത്തേക്കിനും ചിലപ്പം അത് ഇൻഫെക്ഷനിലേക്ക് പോകാം, അല്ലെന്നുണ്ടെങ്കിൽ മുറിവ് കരിയാൻ താമസമെടുക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു 3 ദിവസം നോക്കുക. 2 ദിവസം, ഒരു 3 ദിവസം, മാക്സിമം 3 ദിവസം നോക്കുക. എന്തെങ്കിലും പറ്റിയേക്കുന്ന മുറിവിന് വല്ല കരിവോ ഉണ്ടോ എന്ന്. അതില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക. കാരണം അങ്ങനെ ഇൻഫെക്ഷനായി കഴിയുമ്പം നമുക്ക് കീറ്റോ അസിഡോസിസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കീറ്റോ അസിഡോസിസ്, കീറ്റോൺ നമ്മുടെ ബ്ലഡിലുണ്ടാകുന്നത്, അങ്ങനെയുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ നഖം വെട്ടുന്നത്, കാലിലെ നഖം, അത് ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ, ഡയബറ്റീസ് ഉള്ളവർ തന്നെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവരുടെ നെയിലൊന്നും കട്ട് ചെയ്യാൻ വേണ്ടിയൊന്നും ഇവിടെ സമ്മതിക്കത്തില്ല. അത് നമ്മുടെ പൊഡിയാട്രിസ്റ്റ്, അതായത് നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം ട്രെയിനിങ് കിട്ടിയവർ വന്നിട്ടാണ് കാലിൻ്റെ നഖമൊക്കെ കട്ട് ചെയ്യുന്നത്. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയോ കയറിപ്പോവുകയോ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് പാടില്ല. കാരണം നമ്മുടെ ഇൻഗ്രോൺ നെയിൽസും പിന്നെ നമ്മുടെ എന്താ പറയുന്ന ഈ വിരലിൻ്റെ സൈഡൊക്കെ വല്ലതും കട്ടൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ താമസമാണ് അത് കരിഞ്ഞു വരാനായിട്ട്. അതുകൊണ്ട് അങ്ങനെ നെയിലൊക്കെ കട്ട് ചെയ്യുന്നവരൊക്കെ ഒത്തിരി കെയർഫുള്ളായിട്ട് നെയിൽ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ബ്ലഡ് ഷുഗറിൻ്റെ നമ്മുടെ വാല്യൂ പറയാം, എന്താണ് നോർമൽ എന്നുള്ളത്. അപ്പം നമ്മുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൻ്റെ നോർമൽ 70 ടു 99 അപ്പം അങ്ങനെയുള്ളവരുടേത് നോർമലാണ്. അത് ഫാസ്റ്റിംഗ് ആണ് ഞാൻ പറയുന്നത്. ഇത് രാവിലെ വെറും വയറ്റിൽ പോയിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യുന്നത്. പിന്നെ 100 തൊട്ട് 125 വരെ വരുമ്പോൾ അവർ പ്രീ ഡയബറ്റിക് ആണ്. അപ്പോൾ പ്രീ ഡയബറ്റിക് ഉള്ളവർ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കത് എത്രയും പെട്ടെന്ന് നമ്മുടെ ഫുഡ് കൺട്രോൾ ചെയ്യുക, നമ്മുടെ എക്സസൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ പ്രീ ഡയബറ്റീസ് നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും, മെഡിസിൻ ഇല്ലാതെ. പിന്നെ 126 തൊട്ട് മേളിലോട്ടാണ് ഡയബറ്റീസ്, അവർക്ക് മെഡിസിൻ എടുത്തേ പറ്റുള്ളൂ. അപ്പം അത് ഡോക്ടർമാരുടെ, ഇപ്പം അങ്ങനെ ഡയബറ്റീസ് ഒക്കെ ഉള്ളവർ മെഡിസിൻ എടുക്കുന്നവരാണെങ്കിലും ഇടയ്ക്ക് പോയി ഡോക്ടർമാരെ കാണുക. ചിലപ്പം നിങ്ങൾക്കൊരു കൺട്രോളൊക്കെ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ മെഡിസിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇൻ കേസ് കൂടുതലാണെങ്കിൽ അത് കൂട്ടാം, കുറവാണെങ്കിൽ അത് മെഡിസിൻ്റെ അളവ് കുറയ്ക്കാം. അപ്പം അത് ഡോക്ടർമാരെ പോയി കാണുക. അത് വളരെ അത്യാവശ്യമാണ്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർമാരെ പോയി കാണുക എന്നുള്ളത്. പിന്നെ വേറൊരു ടെസ്റ്റ് ഉണ്ട്, HbA1c എന്ന് പറയുന്നത്. HbA1c എന്ന് പറഞ്ഞാൽ നമ്മുടെ 3 മാസത്തെ നമ്മളെ ബ്ലഡ് ഷുഗറിൻ്റെ ആവറേജ് നോക്കുന്നതാണ്. അപ്പം അതിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 5.7 വരെയാണ്. 5.7 കുറവാണ് നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ 5.7 തൊട്ട് 6.4 വരെ വരുമ്പോൾ അത് പ്രീ ഡയബറ്റിക് ആണ്. ഓക്കെ, അതും കൺട്രോൾ ചെയ്യാം. പിന്നെ 6.4 മേളിലോട്ട് പോകുമ്പം അത് ഡയബറ്റിക്, അവർക്ക് മെഡിസിൻ നൽകിയേ പറ്റുള്ളൂ. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. കാരണം ഞാൻ നേരത്തെ ജോലി ചെയ്ത സമയത്ത് ഇങ്ങനെ മെഡിക്കലൊക്കെ നോക്കണമായിരുന്നു എനിക്ക്. അപ്പം പേഷ്യൻസ് വരുമ്പോഴത്തേന് ഇവരുടെ HbA1c, നമ്മളിങ്ങനെ ഈ മെഡിക്കലൊക്കെ നോക്കുമ്പോഴത്തേന് നമ്മൾ HbA1c ആണ് മെയിനായിട്ട് നോക്കുന്നത്, ബ്ലഡ് ഷുഗർ അല്ല. ബ്ലഡ് ഷുഗർ നോക്കും, പക്ഷെ എന്നിരുന്നാൽ തന്നെ നമ്മുടെ ആവറേജ് ആണ് നോക്കുന്നത്.
അപ്പം ഒരാൾ എൻ്റെ അടുക്ക വരുമ്പോഴത്തേനും പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഫ്രൈഡ് ചിക്കൻ കഴിക്കുമായിരുന്നു. പുള്ളി ഭയങ്കര അഡിക്റ്റായിരുന്നു ഫ്രൈഡ് ചിക്കന്. പുള്ളി 3 നേരം വേണമെന്നുണ്ടെങ്കിൽ കഴിക്കുമായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരുപാട് കൂടുതലായിരുന്നു പുള്ളിയുടെ HbA1c. അന്നേരം ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് എന്താ പറയുക ഫുഡ് കഴിക്കേണ്ട ലിസ്റ്റും ഒക്കെ കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞു ഫ്രൈഡ് ചിക്കൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഒരാഴ്ച കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോഴത്തേനും കുറച്ച് കുറഞ്ഞിട്ടുണ്ടത്. അപ്പം അടുത്ത ഒരാഴ്ചയും കൂടെ എന്നാൽ പുള്ളീനെ കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല ഡയബറ്റീസ് ഉണ്ടെന്ന്. കാരണം പുള്ളിക്ക് ഒട്ടും വണ്ണമില്ല. അങ്ങനത്തെ ഒരാളാണ്. അപ്പം 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിയുടെ HbA1c 5.7-ന് താഴെയായേ. അന്നേരം ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, പുള്ളി അത് എത്ര പെട്ടെന്നാണെന്നറിയാമോ പുള്ളി അത് കൺട്രോളിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതാ പറഞ്ഞത്, നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, ഇല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾക്ക് എന്താ പറയുന്നത്, ഇപ്പം ഞാൻ ഇത് കുറേ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ഡയബറ്റീസിന് ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന്. അപ്പോൾ അതൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കത് എന്താ പറയുന്നത് മുന്നോട്ട് പോകാം. ഇപ്പം ഡയബറ്റീസ് എന്ന് പറഞ്ഞൊരു സാധാരണ അസുഖമാണ്. പക്ഷേ അത് ലൈഫ് ലോങ് അത് മാറത്തില്ല. അതൊരിക്കലും നമുക്കൊന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ പക്ഷേ നമുക്കത് ശരിയായ ഭക്ഷണ രീതിയും വ്യായാമവും ഒക്കെ കൊണ്ടിട്ട് നമുക്കത് കൺട്രോൾ ചെയ്ത് മെഡിസിനും ഒക്കെ ആയിട്ട് നമുക്കത് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ഇപ്പം ഇപ്പം ഡയബറ്റീസ് ഉള്ളവർ എന്താ പറയുക, അതൊക്കെ ഡോക്ടർമാരെ കണ്ടത് കറക്റ്റായിട്ടൊക്കെ കൊണ്ടുപോകുക. പിന്നെ നമ്മൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ വന്നു കഴിഞ്ഞാൽ, അത് ഷുഗർ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അതറിഞ്ഞു വെക്കുക. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ പാലും ആപ്പിൾ ജ്യൂസും ഒക്കെ, അങ്ങനെയൊക്കെ നോക്കുക. പിന്നെ ഹൈപ്പർ ഗ്ലൈസീമിയ ഉള്ളവർ അത് കറക്റ്റായിട്ട് മെഡിസിൻ എടുത്ത് ഫുഡും ഒക്കെ കൺട്രോൾ ചെയ്ത് പോകുക. അപ്പം ഇതിനെപ്പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇട്ടാൽ മതി. പിന്നെ അടുത്തത് എന്ത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്നും കൂടെ കമൻ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡയബറ്റീസിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ റിപ്പോർട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി. ശരി എന്നാൽ.